ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന രണ്ടുപേർ. റഹിമല്ലാഹു റജുല, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പണി ചെയ്യുന്ന ആൾക്ക് റഹ്മത്ത് കിട്ടുന്ന അർത്ഥം, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ലിയുസല്ലിയ, പാതിരാവിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എന്തിന്? ഫഅയ്ഖള ഇംറഅതഹു ലിതുസല്ലിയ മഅഹ്, അദ്ദേഹം നിസ്കരിക്കുമ്പോൾ തന്റെ ഭാര്യയും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് തന്റെ ഭാര്യയെ ഉണർത്തിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന് അല്ലാഹുവേ നീ കൂലി നൽകണമേ, റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹിയ നാമത്, ആ പെണ്ണെങ്ങാനും ഉറക്കിലേക്ക് വഴുതിപ്പോവുകയാണെങ്കിൽ നളഹ ഫീ വജ്ഹിഹാ മിനൽ മാ, അവളെ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ടെങ്കിലും ആ പെണ്ണിനെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിന് റബ്ബേ നീ റഹ്മത്ത് ചെയ്യണമേ. ഹബീബിന്റെ ദുആയാണ്. പിന്നെ പറഞ്ഞു വറഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈൽ ലിതുസല്ലിയ ഫഅയ്ഖലത് സൗജഹാ ലിയുസല്ലിയ മഅഹാ. ഇതുപോലെ നിസ്കരിക്കുന്ന ഒരു ഭാര്യ തന്റെ ഭർത്താവും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിനെ ഉണർത്തുകയാണെങ്കിൽ ആ പെണ്ണിനെയും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹുവ നാം, ആ ഭർത്താവ് ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ നളഹത് ഫീ വജ്ഹിഹി മിനൽ മാ, ഒരൽപ്പം വെള്ളമെടുത്തുകൊണ്ടെങ്കിലും ആ ഭർത്താവിന്റെ മുഖത്ത് തെളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഭർത്താവിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ പെണ്ണുങ്ങൾ, പെണ്ണിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ ആണുങ്ങൾ. ഈ നന്മയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദുനിയാ മതാ വഖൈറു മതാഇഹാ അസ്സൗജതു സ്വാലിഹ. ഈ ലോകം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളാണെങ്കിൽ ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.